ലോക വനദിനത്തിൽ വേറിട്ട മാതൃകയുമായി കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ വന്യമൃഗങ്ങൾക്ക് വനത്തിനകത്തേക്ക് കുടിവെള്ള സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർ സംരക്ഷിത വനത്തിൽ ചെറുതടയണ നിർമ്മിച്ചു. വനം വകുപ്പിന്റെ വനനീര് പദ്ധതിയുടെ ഭാഗമായാണ് തടയണ നിർമ്മാണം നടന്നത്. മൂളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനം വകുപ്പുമായി സഹകരിച്ച് കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ ചെറുതടയണ നിർമ്മിച്ചത്. വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വനത്തിനകത്ത് തന്നെ ജലാശയങ്ങൾ നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കുന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം. വനം വകുപ്പിൻ്റെ പദ്ധതിക്കൊപ്പം മാധ്യമപ്രവർത്തകർ കൂടി ഭാഗമായതിൽ സന്തോഷമുണ്ടെന്ന് അധികൃതർ. വേനൽക്കാലത്ത് വന്യജീവി സംഘർഷങ്ങൾ കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് വെള്ളം, ഭക്ഷണം ലഭ്യമാക്കുന്നതാണ്. ഈ സമയത്ത് നമ്മൾ വെള്ളം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 100-ലധികം നമ്മൾ ചെക്ക് ഡാമുകളും ചെറിയ കുളങ്ങളൊക്കെ നമ്മൾ ജില്ലയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തി നമ്മൾ പ്രസ് ക്ലബ്ബ് മുഖേനയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്വമേധയായിട്ടുള്ള താല്പര്യത്തിന്റെ ഭാഗമായി കാരണം ഇത്തരം വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതും മനുഷ്യവന്യ സംഘർഷ ലഘൂകരണത്തിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗം എന്ന രൂപത്തിൽ തന്നെ പ്രസ് ക്ലബ്ബുകാർ ഇന്ന് ഇവിടെ വന്നുകൊണ്ട് അവരുടെ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പ്രകൃതിദത്തമായ തടയണയുടെ നിർമ്മാണം പൂർത്തിയായി. NSS, NCC കേഡറ്റുകൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരുമായി സഹകരിച്ച് കാസർകോട്ടെ സംരക്ഷിത വനമേഖലയിൽ 100-ലധികം തടയണകൾ വനം വകുപ്പ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ 150 ചെറുതടയണകൾ നിർമ്മിക്കാനാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. 24 കാസർഗോഡ്.